ആരിത്? നീ പോയതല്ലേ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വാ. എങ്ങോട്ടാ? എങ്ങോട്ടേക്ക്? ദാഹത്തേക്ക്. അളിയാ അത് വേണ്ടളിയാ. നീയേ ഒരു പെങ്കൊച്ചൊക്കെ ജീവിക്കല്ലേ, ഞാനൊക്കെ പാവും എങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ. ശവത്തെ കുത്തല്ലിയാ. കുത്തുവാടാ കുത്തും. നീ ശവത്തിലല്ലടാ എൻ്റെ നെഞ്ചത്തെ കുത്തിട്ട് ഇവിടെ ഇറങ്ങിപ്പോയത്. നീ കോമഡിയൊക്കെ മാറ്റി ഞാൻ അളിയാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതേ ഇവിടെ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ നീ പോയപ്പം ഞാൻ റൂമിനെ സെറ്റാക്കിയിട്ടുണ്ട്. ഓഹോ, ഞാൻ ഇറങ്ങാൻ കത്തിക്കരുന്നല്ലടാ പുതിയ ആളെ ഉണ്ടാക്കാനായിട്ട്. അല്ലടാ ഞാൻ ഒറ്റയ്ക്ക് അവിടെ എൻ്റെ കൂടെ നിൽക്കാം, നീ വന്നാലും പറ. അളിയ എനിക്ക് അവിടെ പറ്റുമെന്ന് തോന്നല്ല, അവള് സൈക്കോയടാ. ഇന്നത്തെ പാലിൽ പഞ്ചസാര ഇട്ടെന്നും പറഞ്ഞോണ്ടേ അവളെന്റെ കണ്ണക്കുറ്റി കിട്ടുമെന്ന് പൊട്ടിച്ച്. നിനക്ക് അത് തന്നെ വേണം. നന്നായി. അളിയ ഞാൻ പറ്റത്തില്ല പറ്റത്തില്ല. ഓ ബേബി ദേ വരുന്നു. ആരത്? അതെന്തിനാ നീ അറിയുന്നേ? ഓഹോ, ബേബി ആയിരിക്കുമല്ലോ നിന്റെ പുതിയ റൂംമേറ്റ്. ആടാ നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ ലിവിംഗ് റൂം. ഞാനും നോക്കട്ടാ. Hey man, please don't disturb us, okay? Go get out man, please. നീ എന്നെ വിളിക്കും. Hey baby, go man. ആരാത്? ഏതോ ഒരു തെണ്ടി. ഹലോ. ഹായ്. എങ്ങോട്ടാ? ഞാനെന്തോ അല്ലേ കണ്ണു പൊട്ടിയോ? പമ്മി പമ്മി വന്നാ കാണാണ്ടിരിക്കാൻ. ഇവിടെ ഉണ്ടായിരുന്നല്ലേ. വലുത് കഴിച്ചോ? സമയം എന്തായെന്നറിയോ? സമയം നല്ല സമയമല്ല. വലുതുണ്ടാക്കാം, വാ. നമുക്കെന്തേലും ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിച്ചാൽ പോരെ? തനിക്ക് ഈ മണി മാനേജ്മെന്റിനെ കുറിച്ചൊന്നും ഒന്നും അറിയില്ല അല്ലേ? സാരില്ല, പഠിപ്പിച്ചുതരാം. വാ, എന്തേലും ഉണ്ടാക്കാം. ഞാനെന്നാ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. പെട്ടെന്ന് വരണം. വരാം. സൂപ്പർ. ആ എത്തിയാ? അതെ, ഇവിടെ ഇവിടെ. ആ ഇതൊന്ന് ടേസ്റ്റ് നോക്കി. പിടിക്കേ. സൂപ്പർ അല്ലേ? അല്ലേ? എല്ലാരും പറയാറുണ്ട്. ഇപ്പൊ വരാട്ടോ, ഒന്ന് നോക്കണേ. ഹലോ, അത് മുഴുവൻ തീർക്കല്ലേ, നമുക്ക് തടിക്കാൻ ടച്ചിങ്സ് വേണ്ടേ? ഇതെന്റെ ഫ്രണ്ട് പാരീസിൽ നിന്ന് കൊണ്ടുവന്ന സൂപ്പർ സാധനം, അതെടുത്തിട്ട് വാ. കൈമൽ മാഷിന്റെ മോനെല്ലാം പഠിച്ച് ഇത് ഫിക്സ് ചെയ്യാൻ മാത്രം പഠിച്ചില്ല. എന്റെ പ്ലേലിസ്റ്റ് എങ്ങനെയുണ്ട്? നല്ല ശോകം. അയ്യോ കൊള്ളാം, അടിപൊളി, നല്ല വൈബ് ഉണ്ട്, നല്ല സോങ്. അല്ലെങ്കിൽ നിന്റെ തലമണ്ട ഞാൻ തല്ലിപ്പൊളിച്ചനെ. സെറ്റ്. നീ ഒരെണ്ണൂടെ ഒഴിച്ച മുത്തേ. ഓക്കെ, പക്ഷേ നീ എന്നെ അടുക്കളയിൽ വെച്ച് തല്ലിയത് അത്ര ശരിയല്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിന്നെ അല്ല നിന്റെ തന്തേനെ വരെ ഞാൻ തല്ലും. എന്താ മോനെ ഇവിടെ ഇങ്ങനെ കറങ്ങണേ? സാറേ ഫുൾ മൂണ്ടേ അല്ലേ, അപ്പം മൂൺ കാണാൻ ഇറങ്ങിയതാ. അത് ശരി. എന്നിട്ട് കണ്ട? ഇല്ല സാറേ, ഹാഫ് മൂണായിരുന്നു. ഓ ഷൂ. നീ സ്റ്റേഷനിലോട്ട് വരുന്ന ഹണിമൂൺ കാണിക്കാം? ഇല്ല സാറേ, ഇല്ല സാറേ. പറടാ. സാറേ ചിക്കനേക്കാണ് ഇറങ്ങിയതാ. എങ്ങനെ? ചിക്കനേക്കാണ് ഇറങ്ങിയതാ. എന്നിട്ട് കണ്ട? പറ്റിയില്ല. ഓ, നാണാവില്ലടാ നിനക്ക് ഈ തന്ത വൈബ് വെച്ച് ചിക്കനെ കാണാൻ? സാർ അത്ര പ്രായത്തില്ല. മാറലാണ് സാർ. മാറാ. നീ വീട്ടിൽ നിന്ന് ആരാ വരും പറഞ്ഞില്ലേ? അവർ വരട്ടെ, എന്നിട്ട് തന്നെ ഞാൻ വിടാം. വിളിക്കോ. നല്ല മൂടല്ലേ? കൊള്ളാം. തന്നെ ഒരു ബ്രേക്കപ്പ് സ്റ്റോറി ഇല്ലേ, പറയട്ടെ? നല്ല മൂഡ്. അയ്യോ പറയണ്ട, എനിക്ക് കേൾക്കണ്ട. ഞാൻ വേണമെങ്കിൽ എൻ്റെ ബ്രേക്കപ്പ് സ്റ്റോറി പറയട്ടെ. ഐ ഹാവ് നോ പ്രോബ്ലം. വേണ്ട സിദ്ധു. ഓക്കെ.
നമ്മൾ തമ്മിൽ എന്തായാലും ഇനി ഒരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാകാൻ പോകില്ല. ഓ പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെയാണ്. ഓക്കെ. അലാറം. എടാ തന്റെ ഫോൺ അടിക്കുന്നു. എന്താടാ? എടാ ഞാനിവിടെ ലോക്കായി. സരിതാരോടൊന്ന് വാടാ. അയ്യോ, ലോക്ക് പോയി താക്കോല് പോയി കണ്ടുപിടിക്കണം പട്ടി. എടാ അങ്ങനെ പറയലടാ. നിന്റെ ഒരു റൂംമേറ്റില്ല ഒരുത്തി, അവിടെ പോയി വിളിക്ക്. ഐ വോണ്ട് കം. വെച്ചിട്ട് പോ, അല്ലെ ഞാൻ കട്ടി. എടാ ആരാടാ? സോറി, പേഴ്സണൽ മാറ്റേഴ്സ്. നമ്മളെ പോലെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലാന്നല്ലേ പറഞ്ഞേ. പറയണ്ട. ഓക്കെ, എടാ കോപ്പ ഞാൻ വരാ. നീ ലൊക്കേഷൻ അയക്ക്. ലൊക്കേഷൻ വെച്ചാടാ, ഇപ്പൊ തന്നെ അയക്കാം. അതെ, ഞാൻ പോവാ. എങ്ങോട്ടേക്കെന്ന് ചോദിക്കണ്ട, ഞാൻ പറയില്ല. ബിക്കോസ് വി ഡോണ്ട് ഹാവ് കമ്മിറ്റ്മെന്റ്സ്. ഓക്കെ, ഞാൻ പോട്ടെ. ഓക്കെ, എൻ്റെ ഫോൺ മൈ പേഴ്സണൽ പ്രോപ്പർട്ടി. ഓക്കെ, വാ. സ്റ്റോപ്പ്. സാറേ വരുന്നുണ്ട്. പരാശത്തിന് ഞാൻ തന്നെ വേണ്ടി. നീന്റെ തക്കടുമല്ലേ? അപ്പോ എങ്ങോട്ടാ? എങ്ങോട്ടൊക്കെയാന്ന് വെച്ചാൽ പോവാ. അയ്യോ, അങ്ങനെ പോകാൻ പറ്റില്ല. ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഒന്നും പറയാൻ പറ്റൂല്ലോ. കേറ്. നീ അടിച്ചിട്ടുണ്ടോ? എനിക്ക് വയ്യ, അടിച്ചത് കൂടി പോയി. അയ്യോ, ഇതാരാ? ഹലോ, ഞാൻ ടൗൺ SI അലക്സ് ചെറിയ. ശാലിനി അല്ലേ, സിദ്ധാർത്ഥന്റെ വൈഫ്? ആരെന്റെ ഹസ്ബൻഡോ? ആരുടെ ഹസ്ബൻഡ്? എടോ ഞാൻ സിംഗിൾ ആണോ? റെഡി ടു മിംഗിൾ. ഓക്കെ ബൈ. ഭാര്യ തന്നെയല്ലേ? സാർ എൻ്റെ അല്ല, ഇവന്റെ. ഓ, എത്ര അടിക്കണ്ടായിരുന്നു. അയ്യോ, ഓ. അച്ഛൻ സുധാകരൻ. നീ 10 മിനിറ്റിനകം സരിതാ റോട്ടിൽ എത്തിയില്ലെങ്കിൽ നിന്റെ അച്ഛൻ സുധാകരനെ വരെ ഞാനിവിടെ വരുത്തും. നീ വന്നിട്ട് ഇവന്മാരെ ഇവിടെ നിന്ന് വിടൂ. അതിന്റെ ആവശ്യം എന്താ? ഞാൻ വരാം. അല്ല പിന്നെ ഒന്നും വേണ്ടായിരുന്നു. ഓ, എടോ ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി ആരും വരില്ല. നീ ഇവന്മാരെ പിടിച്ച് വണ്ടിയിലിട്, നമുക്ക് വിടാം. സാറേ വൈഫ് വന്നിട്ടുണ്ട്. അതെ, എൻ്റെ അല്ല, ഫ്രണ്ടിന്റെ വൈഫ് വന്നിട്ടുണ്ട്. അതിന് അല്ല, സാറില്ല, ഇവരെ കാണണമെന്ന് പറഞ്ഞേ. കണ്ട് എന്നെ കണ്ടിട്ടൊരു വശപ്പശക ഉണ്ടല്ലോ. മുതിക്ക് പട്ടി. ഒന്നും രണ്ടും ഒന്നല്ല, ഇത് കുറെ തവണ ആയിട്ടാ. ആ SI ഒരു മണ്ടനായതുകൊണ്ട് ഇപ്പൊ എല്ലാരും രക്ഷപ്പെട്ട് ഇവിടെ വന്നിരിക്കണത്. പിന്നെ എപ്പോഴും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല, ഞാനും എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അത് ഓർത്ത എല്ലാവർക്കും കൊള്ളാം. വണ്ടി നമുക്ക് നാളെ പോയിട്ട് എടുക്കാം. ശരി. എന്തേ ഇറങ്ങണില്ലേ? അന്ന് ഇറങ്ങ്.
വല്ലാത്തൊരു പെടലായി പോയല്ലേ ദൈവമേ. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഒന്നുകൂടെ ആലോചിച്ചിട്ട് എടുത്തിയാടി മതിയായിരുന്നു. അപ്പോൾ താനിപ്പോൾ ഈ ബ്രേക്കപ്പ് ആയിട്ട് എത്ര നാളായി? 3 മാസം. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ദേഷ്യങ്ങളും ഒക്കെ തനിക്കുള്ളത്. പിന്നെ പീരീഡ്സ് ആയല്ലോ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പ്രത്യേകിച്ച് വേറൊന്നും തനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോ എത്ര കാലായെന്നറിയോ ഡോക്ടർക്ക്? ഇത് മാറില്ല. അതുകൊണ്ടല്ലേ ഞാൻ എന്തെങ്കിലും ഒരു മരുന്ന് തരുമെന്ന് ചോദിച്ചത്. പ്ലീസ്. എടോ, അങ്ങനെ മരുന്ന് കഴിച്ച് മാറാൻ മാത്രമുള്ള അസുഖങ്ങളൊന്നും തനിക്കില്ല. പിന്നെ തനിക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ മരുന്ന് എഴുതാം. മരുന്ന് കഴിക്കാതിരിക്കാനാണ് പരമാവധി നോക്കണ്ടേ. മൈൻഡ് കൺട്രോൾ ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. തനിക്ക് ട്രാവൽ ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രാവൽ ചെയ്ത് വരുന്നത് നന്നായിരിക്കും. അപ്പം താനൊന്ന് റിലാക്സ് ചെയ്ത് അടിപൊളിയായി തിരിച്ചു വരും. ഇനിയിപ്പോൾ പഴയ മെമ്മറീസ് അപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. ബെസ്റ്റ്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഡോക്ടർ. ഞാനൊരു ലിവിങ് ടുഗദറിലാ. ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ താൻ ബ്രേക്കപ്പ് ആയിട്ട് എത്ര നാളായി? 3 മാസം. ഇതിപ്പോ കുറച്ച് ദിവസം. അപ്പോൾ മരുന്ന് വേണ്ടി വരും. ഓ, ഇവനായിരിക്കുമല്ലോ മറ്റേ ലവൻ. ഇതൊന്ന് ബിവറേജാണ്. ഇവൾക്ക് ഫീലാൻസായിട്ട് കുപ്പി കച്ചവടമുണ്ടോ? ഇപ്പം അതൊന്നും അല്ല പ്രശ്നം ഡോക്ടർ. എൻ്റെ ഈ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം കാരണം ഒരാൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ലിവിങ് ടുഗദറിലാന്ന്. ഞാൻ കാണിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് അവൻ എത്ര വിഷമിക്കുന്നതെന്നറിയോ? അതെനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനാണ് ഡോക്ടർ. എടോ, അത് തനിക്ക് തോന്നുന്നതാണ്. തനിക്ക് ബ്രേക്കപ്പ് ഉണ്ടായതിനു ശേഷം തൻ്റെ തോന്നലുകൾ മാത്രം. അതുകൊണ്ടാണ് തനിക്ക് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇനി ഞാനൊരു ടിപ്പ് പറയാം. ഒന്ന് നേരെ ഇരിക്കുക. ഓക്കെ. കണ്ണടച്ച് നന്നായിട്ടൊന്ന് ബ്രീത്ത് എടുക്കുക. ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. റിലാക്സ്. ഓക്കെ. ഇതൊരു ടിപ്പായി മാത്രം കാണുക. തൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നുന്ന അവസരത്തിൽ മാത്രം യൂസ് ചെയ്യാം. ഓക്കെ. അപ്പം മരുന്ന് വേണ്ട? ഏയ്, മരുന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഹാപ്പി ആയിട്ട് വയ്ക്കും. ഓക്കെ ഡോക്ടർ, താങ്ക് യു. എത്ര ഏട്ടാ? 100. ഇതിൽ 80 ഉള്ളൂ മീറ്ററിൽ. എൻ്റെ ഓട്ടോയ്ക്ക് കയറണമെങ്കിൽ 100 വേണം. കൊച്ചു വെറുതെ കണാകുണ പറയാതെ കാശ് എന്നിട്ട് പോകാൻ നോക്ക്. എത്രയെന്ന് പറഞ്ഞു? നീ ക്രൂരയാണ്. നീ എന്നെ ചതിച്ചു. ഓടി.